അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 8ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം സാധാരണയുള്ളതിനേക്കാൾ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. കാരണം ബ്രാക്കറ്റിൽ 2 വാക്കുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പം ഓരോന്നും ഏതാണെന്ന് നമ്മൾ യോജിച്ചത് നേരെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് മാതാവാണോ അല്ലെങ്കിൽ പിതാവാണോ? ഉമ്മയാണോ ഉപ്പയാണോ? മാതാവ് എന്ന് പറഞ്ഞാൽ ഉമ്മയാണ്, പിതാവ് എന്ന് പറഞ്ഞാൽ ഉപ്പയാണ്. അപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് ആരാണ്? പിതാവാണ്. അപ്പോൾ അവിടെ പിതാവ് എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി തരുന്നത് ആരാണ്? മാതാവാണ്, ഉമ്മയാണ് അല്ലേ? അപ്പോൾ അവിടെ മാതാവ് എന്ന് എടുത്തെഴുതുക. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, വേദനിച്ചു പ്രസവിച്ചു. അപ്പോൾ നമ്മളെ വേദനിച്ചു പ്രസവിച്ചതാരാണ്? മാതാവാണ്. അപ്പോൾ അവിടെ മാതാവ് എന്ന് എഴുതി ചേർക്കുക. നാലാമത്തത്, 10 മാസത്തോളം ഗർഭം ധരിച്ചു. അതും ആര് തന്നെയാണ്? നമ്മുടെ ഉമ്മ തന്നെയാണ്. അപ്പോൾ അവിടെ മാതാവ് എന്നാണ് എഴുതി ചേർക്കാനുള്ളത്. 10 മാസത്തോളം ഗർഭം ധരിച്ചത് മാതാവാണ്. അപ്പോൾ അവിടെ മാതാവ് എന്ന് എഴുതുക. അഞ്ചാമത്തത്, ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നു. അപ്പോൾ ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നത് ആരാണ്? പിതാവാണ് അല്ലേ? അപ്പോൾ അവിടെ പിതാവ് എന്ന് എഴുതുക. ആറാമത്തത്, രോഗമായാൽ നമുക്ക് മരുന്ന് വാങ്ങിത്തരുന്നു. അതും ആര് തന്നെയാണ്? പിതാവ് തന്നെയാണ്. ഏഴാമത്തത്, ഭക്ഷണം പാകം ചെയ്യുന്നു. അതാരാണ്? മാതാവാണ്. അപ്പോൾ അവിടെ മാതാവ് എന്നെഴുതുക. എട്ടാമത്തത്, പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള പെന്നും പുസ്തകങ്ങളും അതുപോലെ നോട്ട് ബുക്കുകളും ഇതെല്ലാം വാങ്ങിത്തരുന്നത് ആരാണ്? നമ്മുടെ പിതാവാണ്. അപ്പോൾ അവിടെ പിതാവ് എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തെ ഭാഗമാണ്, അദബുള്ള കുട്ടിക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ 5ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ 5 കാര്യങ്ങളിലും അദബുള്ള കുട്ടിയുമുണ്ട്, അദബില്ലാത്ത കുട്ടിയുമുണ്ട്. 2 കുട്ടികൾക്കും ഉദാഹരണങ്ങളുണ്ട്. അപ്പം അദബുള്ള കുട്ടിക്ക് നേരെ മാത്രം എന്ത് അടയാളപ്പെടുത്തുക? ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തത് നോക്കാം. റഷാദ് മോൻ രാവിലെ നേരത്തെ ഉണർന്നു. റഷാദ് മോൻ രാവിലെ നേരത്തെ ഉണർന്നു. അപ്പം അത് ഒരു അദബുള്ള കുട്ടിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ എന്ത് അടയാളപ്പെടുത്തുക? ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തേത് നോക്കാം. റഷീദ് മോൻ മദ്രസയിൽ വൈകി എത്തുന്നു. അപ്പം നേരം വൈകിയാണ് ആരെത്തുന്നത്? റഷീദ് മോൻ എത്തുന്നത്. അതൊരു നല്ല കുട്ടിക്ക് ഉദാഹരണമാണോ? അല്ല. അപ്പോൾ അവിടെ തെറ്റി അടയാളപ്പെടുത്തുക. മൂന്നാമത്തേത്, റാഷിദ് മോൻ ചങ്ങാതിയോട് സലാം പറഞ്ഞു. അപ്പോൾ ഒരു ചങ്ങാതിയെ കണ്ടപ്പോൾ റാഷിദ് മോൻ അവനോട് എന്ത് ചെയ്തു? സലാം പറഞ്ഞു. അപ്പോൾ അതൊരു നല്ല കുട്ടിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ എന്ത് അടയാളപ്പെടുത്തുക? ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത്, അർഷദ് മോൻ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ അത് അദബുള്ള നല്ലൊരു കുട്ടിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ എന്ത് അടയാളപ്പെടുത്തണം? ശരി അടയാളപ്പെടുത്തണം. ഇനി അവസാനത്തത് 5ാമത്തതാണ്, മുർഷിദ് മോൻ സലാം മടക്കിക്കൊണ്ട് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പം അതും ആരുടെ അടയാളമാണ്? നല്ല അദബുള്ള കുട്ടിയുടെ അടയാളമാണ്. അപ്പോൾ അവിടെ എന്ത് അടയാളപ്പെടുത്തണം? ശരി അടയാളപ്പെടുത്തുക. അപ്പം സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. അർത്ഥം എഴുതാം. അപ്പോൾ താഴെ ഒന്നാമത്തേതായി കൊടുത്തത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നാണ്. അതിൻ്റെ അർത്ഥം മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. ഇനി അടുത്ത 4ാമത്തെ ഭാഗം നമുക്ക് പകർത്തി എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ആ ഒരു വാക്ക് അതുപോലെ ഒരു തെറ്റും ഇല്ലാതെ താഴേക്ക് പകർത്തി എഴുതുക. രണ്ടാമത്തതോ, പഠനോപകരണങ്ങൾ.
അപ്പോൾ ഈ പഠനോപകരണങ്ങൾ എന്ന് അതുപോലെ താഴോട്ടെടുത്ത് എഴുതുക. മൂന്നാമത്തത് വളരെ അധികം സ്നേഹിക്കണം, വളരെ അധികം സ്നേഹിക്കണം. അപ്പം അതും അതുപോലെ തന്നെ എടുത്തെഴുതുക. അപ്പോൾ ഈ 3 വാക്കുകളും അതുപോലെ താഴെ ഉള്ള ആ ഒരു ലൈനിൽ എടുത്തെഴുതി കഴിഞ്ഞാൽ 6 മാർക്കാണ്. ചോദ്യങ്ങളൊന്നുമല്ല, ഉത്തരമൊന്നും എഴുതാനല്ല, ആ കൊടുത്ത 3 വാക്കുകൾ അതുപോലെ തന്നെ എന്താക്കണം, എടുത്ത് പകർത്തി എഴുതുക. ഇനി അടുത്തത് നോക്കാം. 5ാമത്തെ ഭാഗമാണ് വ്യക്തമാക്കാം. അപ്പോൾ താഴെ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതെന്താക്കണം, വ്യക്തമാക്കിയിട്ട് ഉത്തരം എഴുതുക. നോക്കാം. ഒന്നാമത്തത് ഇമാം നവവിയുടെ പേര്. അപ്പം ഇമാം നവവിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? യഹിയ ഇബ്നു ഷറഫ്. യഹിയ ഇബ്നു ഷറഫ് എന്നായിരുന്നു. അപ്പോൾ അവിടെ യഹിയ ഇബ്നു ഷറഫ് എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. അപ്പം നബിയോട് ഒരാൾ വന്ന് ചോദിച്ചു അല്ലേ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? അപ്പം അതിന് മറുപടിയായി നബി എന്താണ് പറഞ്ഞത്? എന്താണ്? നിന്റെ ഉമ്മയോട്. എന്താണ് പറഞ്ഞത്? നിന്റെ ഉമ്മയോട്. അപ്പോൾ അവിടെ എഴുതി ചേർക്കാനുള്ളതും എന്ത് തന്നെയാണ്? നിന്റെ ഉമ്മയോട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മറുപടി പറഞ്ഞപ്പോൾ രണ്ടാമതും ഈ വന്ന് ചോദിച്ച ആൾ ചോദിച്ചു, പിന്നെ ഇതിന് ശേഷം ആരോടാണ്? അതിനും നബി പറഞ്ഞ മറുപടി ആരോട്? നിന്റെ ഉമ്മയോട്. മൂന്നാമതും നബിയോട് ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി നിന്റെ ഉമ്മയോട് എന്നായിരുന്നു. നാലാമതാണ് നിന്റെ ഉപ്പയോട് എന്ന് നബി മറുപടി പറഞ്ഞത്. ഇനി അടുത്തത് 6ാമത്തെ ഭാഗമാണ് ഉത്തരം എഴുതാം. ഇമാം നവവി റഹിമഹുല്ലാഹിയുടെ കഥ. അപ്പോൾ ആ ഒരു കഥയിൽ വന്ന ചോദ്യത്തിന് ഉത്തരം ആണ് എഴുതേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഉമ്മയുടെ പ്രാർത്ഥന. ഉമ്മയുടെ പ്രാർത്ഥന എന്തായിരുന്നു? അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ. അതായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന. രണ്ടാമത്തെ ചോദ്യം, വെള്ളവുമായി നിൽക്കുകയായിരുന്ന മകനെ കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചത്. വെള്ളവുമായി നിൽക്കുകയായിരുന്ന മകനെ കണ്ടപ്പോൾ ഉമ്മ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? എന്താ? മകനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? ഇനി അടുത്തത് മൂന്നാമത്തതാണ്, അവസാനത്തെ ചോദ്യം. ഉമ്മയുടെ ചോദ്യത്തിന് മകൻ പറഞ്ഞ മറുപടി. അതിനുത്തരം അതെ, ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാം എന്ന് കരുതി നിന്നതായിരുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.